കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുമെന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ കാല് തല്ലിയൊടിക്കും എന്നാണ് അവരുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും ആവർത്തിച്ച് പറയുന്നത്. സർവകലാശാല മേധാവിയുടെ കാല് തല്ലിയൊടിക്കാൻ ഭരണക്കാർ തന്നെ കുട്ടികുണ്ടകളെ കാവൽ നിർത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് മികവിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കേതായാലും മനസ്സിലാവാത്ത ഒരു പുതിയ ശാസ്ത്രമാണ്. സർവകലാശാല എങ്ങനെ നടക്കണം എന്നുള്ളത് AKG സെൻറ്ററിൽ നിന്ന് തീരുമാനമെടുക്കുന്ന സ്ഥിതി, ആ സ്ഥിതി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആശാസ്യമാണോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ സാധാരണക്കാർ ഉയർത്തുന്നത്. കാരണം കേരള സർവകലാശാല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഏറ്റവും ആദ്യത്തെ സർവകലാശാലയാണ്. അത് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരികൾ, ഞാൻ കേട്ടിട്ടുള്ളത് അന്നത്തെ മഹാരാജാവ് പറഞ്ഞത്രേ, നമുക്കൊരു സർവകലാശാല സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വൈസ് ചാൻസലർ ആവാൻ ഐസക് ന്യൂട്ടനെ കിട്ടുമോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പം ന്യൂട്ടന് കത്തെഴുതി എന്നാണ് പറയുന്നത് ആ കാലത്ത്. കാരണം അദ്ദേഹത്തെ നമുക്ക് വൈസ് ചാൻസലറാക്കണം എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തരമായിട്ടുള്ള, അത്രയും ആഗോളതലത്തിൽ ചിന്തിക്കുന്ന, ഉദാത്തമായിട്ടുള്ള ചിന്തയുണ്ടായിരുന്ന ഭരണാധികാരികളാണ് അക്കാലത്ത് സർവകലാശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത്. ഇന്നത്തെ ആൾക്കാർ, ഇന്ന് ആ സർവകലാശാലയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് വൈസ് ചാൻസലർ പണിയെടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് ഗുണ്ടായുസത്തിലൂടെ സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം, ആ നീക്കമാണ് CPM സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഐസക് ന്യൂട്ടനല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ. കറക്റ്റ്, ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് വിളിച്ചിരുന്നത് കേരള സർവകലാശാലയുടെ VC ആവാൻ. ന്യൂട്ടനല്ല, ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കാത്ത കാലഹരണപ്പെട്ട രീതികൾ ഉപേക്ഷിച്ച് കൂടുതൽ അർത്ഥവത്തും പ്രായോഗികവുമായ ഒരു അക്കാദമിക് അനുഭവം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NEPയുടെ ലക്ഷ്യം. സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം NEP അനുസരിച്ചുകൊണ്ട് IITകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും മാനവിക വിഷയങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്.